ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ 2 വ്ളോഗ് 2 ഡൽഹി വ്ളോഗ്. നമ്മളിപ്പം എവിടെ പോണ്? നമ്മൾ കരോൾ ബാഗ് ഷോപ്പിന് പോവാണ്. നമ്മൾ വന്ന് കുളിച്ച് സെറ്റായി, ഒരു ബ്ലാക്ക് പാൻറ്റും ഓഫ് വൈറ്റ് ഷർട്ട് ഇട്ട് ഓക്കെ വി ക്യാൻ ഗോ. നമ്മളെ വണ്ടി വെയിറ്റിംഗ് ആണ് പുറത്ത്. ഓക്കെ, ജ്യൂസ് എടുക്കട്ടെ. ഇതാണ് ഞാൻ. സോ ദൂരം എടുത്തോ, ഏസ് ഓഫാക്കി. സോ നമുക്ക് ഓഫാക്കണം. സ്വിച്ച് അതാ റിമോട്ട്. ഇതാ റെഡ് ബട്ടൺ, പവർ ബട്ടൺ. അത് നോക്കിക്കോ. ഓക്കെ, ഇതാണ് പുറം. ഇതാണ് നമ്മളെ എടുക്കുന്നത്. ഇതുണ്ടോ, ഇടങ്ങേറ് പിടിച്ച ഏരിയയാണ്. എന്താ കുടുങ്ങി നിൽക്കുക ഇവിടെ. നമ്മൾ റാപ്പിഡ് ഓർഡർ ചെയ്ത് അവർ കാണുന്നില്ല. നമ്മൾ റാപ്പിഡോയിൽ കയറി ഗൈസ്. ഇതാണ് റാപ്പിഡോ ഇവിടുത്തെ. ഇതാണ് ഇലക്ട്രിക് ഓട്ടോ. ഇതാണ് ഇവിടുത്തെ ചുറ്റുപാടുകൾ. വല്ലാത്ത ഇവിടെ ഫുൾ ഇത് മാർക്കറ്റ് ഏരിയ എന്ന് തോന്നുന്നു. ഫുൾ കാറ് ബാർ ജാറ് ബാർ ബാർ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു ബാഗ്, അതിനകത്ത് പോലെ 4-5 ബാഗും വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഷൂവും വാങ്ങി. ഷൂ ലൈക്ക് 67,000 ഷൂ വാങ്ങി. 96 പെയർ ഷൂ വാങ്ങി. 96 പെയർ ഷൂ വാങ്ങി. ഇനി നാളെ ഇറങ്ങണം. ഇന്നും അടുത്തല്ലേ നടന്നു. അയ്യോ, അത് 8 കിലോമീറ്റർ നടന്നു. വലിയൊരു മാർക്കറ്റ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. അവിടെ ഫുൾ തിരക്ക്, കൺജസ്റ്റഡ്. അതുമല്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ബുക്ക് ചെയ്തിട്ട്. യെസ്, അപ്പോൾ നമുക്ക് റൂം എത്തിയിട്ട് കാണാം, ഫുഡ് കഴിക്കണം. ഗൈസ്, അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി നമ്മൾ രാത്രിയിൽ ഡൽഹിയിലെ തേരാപാര പോവുകയാണ്. ഇതാണ് ഡൽഹി രാത്രി. റൂം എത്തിയിട്ട് കാണാം. നമ്മൾ തിരിച്ച് റൂമിലെത്തി. എന്താണ് പറയാനുള്ളത്? ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. 7 കിലോമീറ്റർ നടന്നു. ആ മാർക്കറ്റ് ഒരു അന്തോ കുന്തോ ഇല്ലാത്ത മാർക്കറ്റ്. അതെ അതെ, ഇമ്മേ ചത്തെന്ന് പറയാം. അപ്പം നമ്മളെത്ര 96 ജോഡി ചെരുപ്പ്. 96 ജോഡി ഷൂ വാങ്ങി. ഇനി നാളെ നമ്മൾ കുറച്ച് ബൂട്ട്സും പിന്നെ കുറച്ച് ലേഡീസ് ചപ്പൽ നോക്കുന്നുണ്ട്. കിട്ടിയാൽ വാങ്ങില്ല, കുറച്ച് ദിവസം കൂടെ മേടിക്കണം. പിന്നെ വെറൈറ്റി വാങ്ങണം. പിന്നെ ഞങ്ങൾ ഇന്ന് പോയ മാർക്കറ്റ് നാളെ ക്ലോസ് ആണ്. പക്ഷെ നമ്മൾ നാളെ പോയിരുന്നായിരുന്നെങ്കിൽ ഇന്ന് നമ്മള് വേസ്റ്റ് ആയി പോയനെ. അപ്പൊ നമ്മള് നാളെ രാവിലെ എന്താ പരിപാടി? നാളെ നമ്മൾ കുറച്ച് രാവിലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുത്തബ് മിനാർ, റെഡ് ഫോർട്ട്, ബാക്കി കാണുന്നില്ല. പിന്നെ ഒരു വലിയ പള്ളിയുണ്ട് ഡൽഹി, ജമാ മസ്ജിദ്. അവിടെ പോവാൻ പറ്റുന്നില്ല, പോണം, നോക്കട്ടെ. വേറെ നാളെ കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി. പെപ്സി ആൻഡ് ഇത് ബർഗർ ആൻഡ് സ്ട്രിപ്സ്. സംഭവം നമ്മൾ ഇത്രയും ജങ്ക് ഫുഡ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വയറിന് പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ KFC, മെക്ഡൊണാൾഡ്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് കഴിക്കാം. മറ്റേത് അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ ഫുഡ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് ഫ്രൈസ് ടീഷു. ഇത് ബർഗറാണ്. ഇതാണ് സ്ട്രിപ്സ്. ഒരു ബർഗർ കൂടെ ഉണ്ട്.
ഡിപ്പും ഉണ്ട് കുറച്ച്. അപ്പം നമ്മൾക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദിവസം ഇന്ന് മൺഡേ. ഇത് അതിന്റെ പേരെന്താ? ഇന്ന് നമ്മൾ വെള്ളി ശനി ഡേ 2 3 ഡൽഹി വന്നിട്ടുള്ള ഡേ 3. ഡൽഹി വന്ന ഡേ 3. അപ്പം ഇന്നത്തെ പരിപാടി എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. പിന്നെ റെഡ് ഫോർട്ട് കാണാൻ പോകണം. പിന്നെ ജുമാ മസ്ജിദ് കാണാൻ പോകണം. ഇത് മാറ്റി കാരണം അതിൽ എന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. കാഴ്ചകളാണ്. ഓക്കെ പോവാം. അപ്പൊ ഗൈസ് നമുക്ക് പോവാം, നേരെ പറഞ്ഞ സ്ഥലത്തൊക്കെ പോവാം. എന്തെങ്കിലും എടുക്കാനുണ്ടോ? എവരിത്തിങ് ഗുഡ്. നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ട് ഇറങ്ങി മാസ്ക് ഒക്കെ വാങ്ങി റാപ്പിഡ് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ മാസ്ക് ഇല്ലാണ്ട് പറ്റൂല. അങ്ങനെ നേരെ ജമാ മസ്ജിദിലേക്ക് പോവുക. നോക്കാം. പോലം വെയില്, എന്ത് വെയിലത്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് റാപ്പിഡോ ഫുള്ള് ബ്ലോക്കാണ്. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറുള്ളിൽ എത്തും ജമാ മസ്ജിദ്. ആകെ 4 കിലോമീറ്റർ. പക്ഷെ ഭയങ്കര ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്കാണ്. ആരിച്ച് ഫോൺ സൂക്ഷിച്ച് വേണം, തട്ടിക്കൊണ്ട് പോകും. ഇവിടെ ഫുൾ പൊല്യൂഷനാണ്. ഇപ്പോൾ അത് കാണും. അങ്ങനെ നമ്മൾ ജമാ മസ്ജിദ് എത്തി. ഭയങ്കര ചൂടല്ലേ, ഒടുക്കത്തെ ഹ്യൂമിഡിറ്റിയും ചൂടും ഹ്യൂമിഡിറ്റിയും തലയൊക്കെ പൊളക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ജമാ മസ്ജിദ്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. എങ്ങനെ തോന്നുന്നു അവർക്ക്? ഇൻസൈഡാണ്. സംഭവത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തുകൂടാ, നമ്മളെ വീഡിയോ എടുക്കും. മുഹബത്ത് കാ സർ ബിരിയാണി. ഞാനൊരു തന്തൂരി റൊട്ടിയും ചിക്കൻ സ്റ്റൂ അതിനൊരു ബിരിയാണിയും പറഞ്ഞു. ട്രൈ. നമ്മൾ നേരെ റെഡ് ഫോർട്ടിലേക്ക് പോവുകയാണ്. ഡൽഹി ജമാ മസ്ജിദ് തെരുവുകൾ സ്ഥലത്ത് നമ്മൾ ഫാത്തി ചെരുപ്പൊക്കെ വാങ്ങി പോവുകയാണ്. അങ്ങനെ യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരെ റെഡ് ഫോർട്ട് എത്തി. റെഡ് ഫോർട്ട് ഹിന്ദിയിൽ പറയുന്നത് കാനാകാലി. എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ, ഒരു ഹിന്ദിക്കാരൻ കറക്റ്റ് പേര് പറഞ്ഞു പോയി. നമ്മുടെ ഫാത്തിമ മേടിച്ച ചെരുപ്പ് കയ്യിലുണ്ട്. ഇത് എവിടെയും ഒതുക്കണം. ഇതാണ് റെഡ് ഫോർട്ട്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നതാണ്. ഞാൻ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം ബാക്കി. കേസ് അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇവിടെ നിന്ന്
നേരെ പോകണം. പുറത്തിറങ്ങാൻ പറ്റുമോ? ഇത് വലിയൊരു മതിൽ, അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഉള്ളിൽ കയറാൻ പറ്റൂല നമുക്ക്, പക്ഷെ പുറത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെന്തിന് ഇങ്ങനെ ഇട്ടേക്കുന്നു? ഉള്ളിലല്ലേ കാണണ്ടേ? ഗ്രോ കാണാൻ പറ്റൂല. അങ്ങനെ ഇത്രയും പേര് ഇവിടെ പുറത്തിരിക്കൂലല്ലോ. എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ മതില് മാത്രമേ കാണത്തുള്ളൂ, എൻ്റെ അപ്പുറത്തൊന്നും കാണൂല. അങ്ങനെ നമ്മൾ മറ്റേ മാർക്കറ്റിൽ പോയി, സദർ ബസാറിൽ പോയി, അവിടെ ഒന്നുമില്ല. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് അതിൻ്റെ അകത്ത് മറ്റേ മാല് കറോൾ ബാഗ് അവിടെ പോയിട്ട് ഇപ്പോൾ തിരിച്ചതാ ഇവിടെ വന്നിരിക്കുന്നു. റാപ്പിഡോ ബുക്ക് ചെയ്യും. ഇനിയിപ്പോൾ നാളെ രാവിലെ പോയിട്ട് ബാക്കി അല്ലേ? ടയർഡായി ഫുള്ള്. നമ്മൾ തിരിച്ച് റൂമിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ഒടുക്കത്തെ ട്രിപ്പായിരുന്നു? നമ്മളാദ്യം ജമാ മസ്ജിദ് പോയി, റെഡ് ഫോർട്ടിൽ നിന്ന് നേരെ സർദാർ ബസാറിൽ നേരെ നമ്മൾ ഇന്ന് പേഴ്സണൽ ഷോപ്പിംഗ് ആയിരുന്നു എല്ലാം. ഞാനൊരു പാത്തിന്ന് 2 ചെരുപ്പ് എടുത്ത്, ഹെർമസ് പാരീസിൻ്റെ ചെരുപ്പ് എടുത്ത്. ഒരു കസാട്ടയുണ്ട്, ബാസ്കറ്റ് റോബിൻസ് ഉണ്ട്, ഫുള്ള് ഇതിലങ്ങ് ഒതുക്കി. ടയർഡായി, എന്തെങ്കിലും കുടിക്കണ്ടേ? അപ്പോൾ കുടിക്കാന്നില്ല, അപ്പോൾ ഐസ്ക്രീം കിട്ടി. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ തീർന്നു. ഇനി Day 3 നാളെ.